പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കല്യാണാഘോഷവും പാട്ടൊക്കെ ആയി അതൊക്കെ കഴിഞ്ഞ് അവർ തിരിച്ച് വീട്ടിൽ വരികയാണ് വേദയും വിക്രവും. അപ്പോൾ അനിയൻകുട്ടനോട് ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് നാട്ടിലേക്ക് വന്ന് എല്ലാം തെളിയിക്കണമെന്ന് നിൽക്കുന്ന ഒരു സമയമായിരിക്കും. അതേസമയം അവരോട് വിക്രത്തോടും അതുപോലെ തന്നെ വേദിയോടുള്ള ഒരു ദേഷ്യത്തിൽ മാനേജർ എല്ലാ കാര്യങ്ങളും അവരെവിടെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ ശ്രീകാന്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരവിടെ എത്തി വരുന്നുണ്ട് ഇവരെ തേടിയിട്ട്. അപ്പോൾ ശ്രീകാന്ത് ആണെങ്കിൽ കുറേ ഗുണ്ടകളെ കൊണ്ടാകും വരുന്നത്. അപ്പോൾ ശ്രീകാന്ത് വന്ന് കയറുന്നത് ഇവരുടെ വീട്ടിലേക്ക് തന്നെ ആയിരിക്കും. അങ്ങനെ ശ്രീകാന്തിനെ കണ്ടിട്ട് വേദിയാണെങ്കിലും വിക്രം ആണെങ്കിലും അതുപോലെ തന്നെ അനിയൻകുട്ടനും ശരിക്കും ഒന്ന് ഷോക്കാവുന്നുണ്ട്. കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വരവായിരുന്നല്ലോ ശ്രീകാന്തിൻ്റെ. അപ്പോൾ ശ്രീകാന്തിനെ കണ്ട ഉടനെ തന്നെ വിക്രം ദേഷ്യം വന്ന് തിരിച്ച് നല്ല അടിയൊക്കെ കൊടുക്കുന്നുണ്ട് ഇവർ ഉപദ്രവിക്കാനായിട്ട് വരുന്ന സമയത്ത്. അപ്പോൾ വിക്രം മാക്സിമം ശ്രമിക്കുന്നുണ്ടെങ്കിലും കുറേ ഗുണ്ടകളെ കൊണ്ടാണല്ലോ വന്നത്. അപ്പോൾ വിക്രത്തിന് ഒറ്റയ്ക്ക് എങ്ങനെ നേരിടാനായിട്ട് സാധിക്കും? അതേപോലെ തന്നെ വിക്രം ഒറ്റയ്ക്കാണ്. വേദയ്ക്കാണെങ്കിൽ അങ്ങനെ ഗുണ്ടകളെ വീഴ്ത്താനൊന്നും അറിയില്ലല്ലോ. അതുപോലെ തന്നെ അനിയൻകുട്ടനാണെങ്കിലും സാധിക്കില്ല. അപ്പോൾ വിക്രം തന്നെ ഒറ്റയ്ക്ക് നേരിടുന്നത് കൊണ്ട് തന്നെ അവർക്ക് അത്ര സാധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഒരേ ഒരു മാർഗ്ഗം അവരപ്പോൾ കാണുന്നുണ്ടാവുള്ളൂ. വിക്രം ആണെങ്കിലും അവിടുന്ന് ഇങ്ങനെ അടി ഉണ്ടാക്കുന്ന സമയത്ത് വേദ ആ സമയം വേഗം അനിയൻകുട്ടനെ മാറ്റാൻ വേണ്ടിയിട്ട് രണ്ടുപേരും കൂടി ഓടി രക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണെങ്കിൽ ഗുണ്ടകൾ പുറകെ വരുന്നുണ്ടാവും. പക്ഷേ ഇവർ മാക്സിമം ഓടി മറയുന്നുണ്ട്. വിക്രം പക്ഷേ അവിടെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അവരെ അടിച്ചും ഒക്കെ എതിർക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വേദിയും അതുപോലെ തന്നെ അനിയൻകുട്ടനും ഓടുന്നതോടൊപ്പം തന്നെ പുറകിൽ അവരും ഓടുന്നുണ്ട്. അങ്ങനെ വിക്രം ആണെങ്കിൽ അവരെ നേരിടാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ. അപ്പോൾ വിക്രത്തെ അവസാനം അവർ കീഴ്പ്പെടുത്തുകയാണ്. എന്നതിന് ശേഷം തോക്കൊക്കെ ചൂണ്ടിക്കാണിച്ച് ചന്ദ്രശേഖരനാണെങ്കിലും ഇങ്ങനെ കൈയൊക്കെ കെട്ടിപ്പിടിച്ച് വിക്രത്തെ കുറച്ച് ഗുണ്ടകളൊക്കെ ചേർന്ന് ഇങ്ങനെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. അതുപോലെ തന്നെ അവർക്ക് വേദയെയും അനിയൻകുട്ടനെയും പിടികിട്ടുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വേദയെയും പിടിച്ച് ഒരു വണ്ടിയിലാക്കിയിട്ട് രണ്ടുപേരെയും ഒരു സ്ഥലത്തേക്കായിരിക്കും കൊണ്ടുപോകുന്നത്. അപ്പോൾ അതൊരു വിജനമായ ഒരു ഏരിയ ആയിരിക്കും. കൊക്കയൊക്കെ ഉള്ള പോലെ നല്ല ഭയങ്കര ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കായിരിക്കും ഇവരെ കൊണ്ടുപോകുന്നത്. എന്നിട്ട് വേദയെയും വിക്രത്തെയും ഒറ്റൊരു മരത്തിൽ രണ്ടുപേരെയും കെട്ടിയിടുന്നുണ്ട്. എന്നിട്ട് ശ്രീകാന്ത് ആണെങ്കിലും പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് വിചാരിച്ചു? ഞാൻ നിങ്ങൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ച് സുഖിച്ച് വാഴുമായിരുന്നല്ലോ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട്. ഇനി നിങ്ങളെ രക്ഷിക്കാൻ ഇവിടെ ആരും വരാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പഞ്ചു ഡയലോഗും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ ചന്ദ്രശേഖരനാണെങ്കിലും ശ്രീകാന്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ട്. അങ്ങനെ അവസാനം വിക്രത്തിന് നല്ല കെട്ടിയിട്ടിരിക്കുകയാണല്ലോ, നല്ല അടിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേദയ്ക്കാണെങ്കിൽ സങ്കടം ആവുന്നുണ്ടാവും. വേദയ്ക്കും മുഖത്തിനിട്ട് നല്ല അടിയൊക്കെ കൊടുക്കുന്നുണ്ട് ശ്രീകാന്ത്. എന്നിട്ട് പറഞ്ഞു, നിന്നെ രക്ഷിക്കാൻ ഇപ്പോൾ വിക്രം വരാൻ സാധിക്കുന്നില്ലല്ലോ അല്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭയങ്കര കളിയാക്കലും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകും. അപ്പോൾ അനിയൻകുട്ടനാണെങ്കിൽ അവിടെ മറഞ്ഞു നിൽക്കുന്നുണ്ട്. എന്താ ചെയ്യണ്ടേ എന്നറിയാതെ അവരുടെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ അടിയും കാര്യങ്ങളൊക്കെ ആകുന്ന സമയത്ത് വേദയെ അവിടെ അഴിച്ചു മാറ്റിയതിന് ശേഷം ശ്രീകാന്ത് പറയും, വിക്രത്തെ നിൻ്റെ കൺമുമ്പിൽ വെച്ച് തന്നെ ഇല്ലാതാക്കുക. അപ്പോൾ നീ അത് ഓർത്തിട്ട് ഇനി എങ്ങനെ ജീവിക്കുമെന്ന് എനിക്കൊന്ന് കാണണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ വേദയാണെങ്കിലും ശ്രീകാന്തിനോട് ഒത്തിരി റിക്വസ്റ്റൊക്കെ ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ പാട്ടിന് വിട്ടേക്ക്, എനിക്ക് ഒന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ശ്രീകാന്ത് അതൊന്നും ഉൾക്കൊള്ളാൻ പോയിട്ട് അത് കേൾക്കാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ അങ്ങനെ വിക്രം ആണെങ്കിലും അതുപോലെ ഗുണ്ടകളും തമ്മിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ആ ഒരു അടിയുടെ ഇടയ്ക്ക് വിക്രം കൊക്കയിലേക്ക് ഇങ്ങനെ മറിയാനായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ആ സമയമായിരിക്കും സേതു വന്ന് വിക്രത്തെ രക്ഷപ്പെടുത്തുന്നത്. അപ്പോൾ വേദയാണെങ്കിലും അനിയൻകുട്ടനാണെങ്കിലും വിക്രം വീഴുമോ എന്ന് ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും സേതു വന്ന് വിക്രത്തെ രക്ഷപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ശരിക്കും നമുക്കൊരു ടെൻഷൻ തന്നെയാണ്. വിക്രത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ, താഴെ വീണു പോകുമോ എന്നൊക്കെ ഒരു ടെൻഷനൊക്കെയാണ്. പക്ഷേ അത് സേതു വന്ന് തന്നെ രക്ഷപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ വേദ മയങ്ങി വീഴുകയാണ്. ശരിക്കും എല്ലാ ടെൻഷൻ കൊണ്ടും എല്ലാം കൊണ്ടുമൊക്കെ വേദ മയങ്ങി വീഴുന്നുണ്ടെങ്കിലും ശരിക്കും വേദ അതുകൊണ്ട് മാത്രമായിരിക്കില്ല, പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ആയിരിക്കും വേദ അവിടെ മയങ്ങി വീഴുന്നത്. അപ്പോൾ വേദ അങ്ങനെ മയങ്ങി വീഴുന്ന സമയത്ത് അനിയൻകുട്ടൻ വിക്രത്തെ വിളിക്കുന്നുണ്ട്. വിക്രം കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. വിക്രം എന്ന് വിളിക്കുമ്പോൾ തന്നെ വിക്രം ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ വേദ അവിടെ മയങ്ങി വീണ് കിടക്കുകയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ വിക്രം വേദയുടെ അടുത്തേക്ക് ഓടാൻ ശ്രമിക്കുമ്പോൾ വിക്രത്തെ വീണ്ടും ഗുണ്ടകൾ തടയുകയാണ്. അപ്പോൾ പിന്നെ ഒന്നും നോക്കുന്നില്ല, സേതുവും വിക്രവും കൂടി ചേർന്ന് എല്ലാ ഗുണ്ടകളും
ഗുണ്ടകളെയും അടിച്ച് വീഴ്ത്തുന്നുണ്ട്. ശ്രീകാന്തിനെ ആണെങ്കിലും ചന്ദ്രശേഖരനെ ആണെങ്കിലും നല്ല കണക്കിന് കൊടുക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് ഈ എല്ലാ ഗുണ്ടകളെയും അടിച്ച് വീഴ്ത്തിയതിന് ശേഷം ശ്രീകാന്തിനും അതുപോലെ തന്നെ ചന്ദ്രശേഖരനും നല്ല കണക്കിന് കൊടുത്ത് അവരുടെ കൈകളെല്ലാം കെട്ടി ഒരു മരത്തിൽ ഇങ്ങനെ കെട്ടിയിടാണ് അവരെ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വേദ അവിടെ മയങ്ങി വീണ് കിടക്കുകയാണല്ലോ. അപ്പോൾ വേദയെ വേഗം ഒരു സ്ഥലത്തേക്ക് തണലത്തേക്ക് മാറ്റിയതിന് ശേഷം മുഖത്ത് വെള്ളമൊക്കെ കുടയുന്നു. അപ്പോൾ വേദം ഒന്നിങ്ങനെ പതുക്കെ കണ്ണ് തുറക്കുന്നുണ്ട്. അപ്പോൾ വിക്രം എന്ന് പറഞ്ഞ് കണ്ണ് തുറന്ന ഉടനെ വിക്രത്തെ കെട്ടിപ്പിടിച്ച് കരയായിരിക്കും. വിക്രത്തിന് എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇല്ല, സേതു എന്നെ വന്ന് രക്ഷിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വേദ കണ്ണു തുറന്ന സമയത്ത് കുറച്ച് വെള്ളമൊക്കെ കുടിക്കാനൊക്കെ കൊടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വേദ ഓക്കെ ആയൊക്കെ വരുന്നുണ്ട്. അതേസമയം ശ്രീകാന്ത് ആണെങ്കിലും ചന്ദ്രശേഖരനെ ആണെങ്കിലും വിക്രം സേതും കൂടി അവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് വേദ പതുക്കെ എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്, വേദയും വിക്രവും കൂടി ചേർന്നിട്ട്. എന്നിട്ട് പിന്നെ പറയുന്നുണ്ട്, ഇനി നിങ്ങളുടെ ഒരു കളിയും നടക്കാൻ പോകുന്നില്ല, എല്ലാ സത്യവും പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. അനിയൻകുട്ടൻ എല്ലാ സത്യങ്ങളും പറഞ്ഞു, അതുപോലെ തന്നെ അച്ഛനും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരു കള്ളക്കളി ഇനി നടക്കാൻ പോകുന്നില്ല, ഇനി നിങ്ങൾ ജയിലിലായിരിക്കും കഴിയാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് ആണെങ്കിലും ചന്ദ്രശേഖരനാണെങ്കിലും ഇവരുടെ അടിയൊക്കെ കൊണ്ട് ആകെ തളർന്ന് കിടക്കുകയാണ്. അപ്പോൾ ക്ഷമിക്കണം മോളെ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രശേഖരനാണെങ്കിലും ഇങ്ങനെ അപേക്ഷിക്കുന്നൊക്കെ ഉണ്ട് വേദയോട്, അതുപോലെ തന്നെ വിക്രത്തിനോടും അപേക്ഷിക്കുന്നുണ്ടെങ്കിലും തന്നെ ഒന്നും തന്നെ അവിടെ നടക്കുന്നില്ല. അവരെ അങ്ങനെ കെട്ടിയിട്ടതിന് ശേഷം നാട്ടിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുകയാണ് വേദയും വിക്രവും അനിയൻകുട്ടനോട് ഒപ്പം. എന്നിട്ട് ബാക്കിയൊക്കെ അവിടെ വെച്ചായിരിക്കും കാര്യങ്ങളെല്ലാം തെളിയിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ വേദ പ്രഗ്നൻ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു സന്തോഷത്തോടു കൂടി ആയിരിക്കും വേദയും വിക്രവും വീട്ടിലേക്ക് ചെല്ലുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കാര്യമുണ്ടല്ലോ, കുറേ നാളായിട്ട് കറങ്ങി നടക്കുന്ന ആ ഒരു കേസ്, പുളിക്കലിൻ്റെ മരണത്തിൻ്റെയും ആ കാര്യങ്ങളൊക്കെ തെളിയാനും പോവുകയാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ എല്ലാ സത്യങ്ങളും പുറത്തു വരുന്നതും അതുപോലെ തന്നെ വേദ തന്നെ ആ ഒരു കേസ് തെളിയിക്കുന്നതും അനിയൻകുട്ടൻ എല്ലാ തെളിവുകളും പറയുന്നതിന് അടിസ്ഥാനത്തിൽ ശ്രീകാന്തും ചന്ദ്രശേഖരനും ആ ഒരു കേസിൻ്റെ സത്യാവസ്ഥ ആരാണെന്ന് മനസ്സിലായിട്ട് ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതേസമയം വേദ പ്രഗ്നൻറ്റുമാണ്. അപ്പോൾ പ്രഗ്നൻ്റ് ആയ വേദ വീട്ടിലേക്ക് ചെല്ലുന്ന ആ ഒരു സന്തോഷവും കാര്യങ്ങളും കുറേ നാളിന് ശേഷമാണ് വിക്രത്തിൻ്റെ വീട്ടിലേക്ക് വേദ ചെല്ലുന്നത്. അപ്പോൾ അതിൻ്റെ സന്തോഷമുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷങ്ങളോട് കൂടിയായിരിക്കും ഇനിയുള്ള എപ്പിസോഡ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇനിയുള്ള സ്റ്റോറീസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ